5 ആദിവാസികളെയും അവരുടെ മാതാവിനെയും അരക്കില്ലത്തിൽ വെന്തുമരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷാമാർഗത്തിലൂടെ രക്ഷപ്പെട്ട ഒരു കഥയുണ്ടല്ലോ. ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്ന ഭീമനോട് കുന്തിദേവി പറയുന്നതാണ്, നീ പോടാ മണ്ട, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുമ്പോ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ആദ്യത്തെ ധർമ്മം. അത് നിനക്കറിയാൻ മേലാഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ കുന്തിദേവി ഉത്ബോധിപ്പിക്കുന്ന ധർമ്മത്തിന്റെ പാതയിലൂടെയാണോ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഭരണയന്ത്രങ്ങളും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സംശയം തോന്നിയാൽ അതിന് നമ്മളോടൊരു അസഹിഷ്ണുതയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഈ രാജ്യത്തെ ജനത്തിന് നീതിപൂർവകമായിട്ടുള്ള ധർമ്മം അത് ലഭ്യമാക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാൻ ഭരണകൂടത്തിന് തയ്യാറാകണം. ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ ഒരച്ഛൻ വന്നിട്ടുണ്ട്. ആ അച്ഛന് ചില സിദ്ധികളൊക്കെ ഉണ്ട്. ആ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് തലയ്ക്ക് പിടിപ്പിച്ചാൽ ഇത് മാറുമെന്ന് നോക്കാം. അന്ന് ആ പുരോഹിതനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുവാൻ എൻ്റെ മുത്തശ്ശിക്ക് 2 വട്ടം ചിന്തിക്കേണ്ടതായിട്ടേ വന്നില്ല. ഇന്നാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മുത്തശ്ശിക്ക് അത്രയും തുറന്ന മനസ്സോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ആ ദേവാലയത്തിൽ കടന്നു എന്ന് ആ അന്യമതത്തിന്റെ പുരോഹിതനെ കണ്ട് ഈ ആശീർവാദം വാങ്ങുവാനായിട്ട് മനസാന്നിധ്യം ഉണ്ടാകുമോ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വളരെ വിഖ്യാതമായ ഒരു നോവലുണ്ട്, വേരുകൾ എന്ന് പറയുന്ന ജീവചിത്രപരമായ സ്വന്തം ജീവിതത്തിന്റെ ഒത്തിരി അംശങ്ങളും ഒക്കെ അതിനകത്ത് പകർത്തിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം ആദ്യം സബ് കളക്ടറായിട്ട് അങ്ങ് പാലക്കാട് സൈഡില് തമിഴ്നാടിനോട് ചേരുന്ന ഭാഗത്ത് എവിടെയോ ജോലി നോക്കിക്കൊണ്ടിരുന്ന് അവധിക്ക് നാട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ നാട് കാലടി, പരദേശി ബ്രാഹ്മണരാണ്. അപ്പൊ പോരുമ്പോ ഈ പാലക്കാട് റോഡിലൂടെ ഇങ്ങനെ പോരുമ്പോ ഇരുവശത്തും ഈ നെൽച്ചെടികൾ ഇങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്നു. നല്ല രസം കുഞ്ഞുങ്ങൾക്ക് കാണാൻ. അദ്ദേഹത്തിന്റെ കുട്ടികള് 7, 8, 10 വയസ്സൊക്കെയുള്ള 2 കുട്ടികള് അവര് ചോദിച്ചു, ഇത് എന്നെ ചെടിയാക്കുമപ്പ എന്ന് ചോദിച്ചു. അപ്പോ മലയാറ്റൂര് പരിചയപ്പെടുത്തി, അത് നെൽച്ചെടിയാണ് മോളെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ആ കുട്ടിക്ക് മനസ്സിലായില്ല. നെൽച്ചെടിയാ, അതെന്നെ ചെടിയാക്കുമപ്പ എന്നായി ആ കുട്ടിയുടെ അടുത്ത ചോദ്യം. മലയാറ്റൂര് കൊഴിഞ്ഞു. ഈ നെൽച്ചെടിയെ നെൽച്ചെടി എന്നല്ലാതെ എന്തു പറഞ്ഞാണ് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക? അല്പം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അതേ നമ്മ സാപ്പിടത് അരശിയില്ലയാ, അന്ത അരശിയെ കൊടുക്കുന്നത് ചെടിതാനേ എന്ന് മലയാറ്റൂര് പറഞ്ഞ്. അപ്പൊ കൊച്ചു തലകുലുക്കി. കുട്ടിക്ക് മനസ്സിലായി, അരശിച്ചെടിയാക്കുമാ എന്ന് പറഞ്ഞ് അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ നെൽച്ചെടിയെ അരശിച്ചെടി എന്ന് പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തിയാൽ മാത്രം മനസ്സിലാകുന്ന പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന, ആ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന മനുഷ്യന്മാർ, മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ മാത്രം ഈ രാജ്യത്തിന്റെ വലിയ ഭരണചക്രത്തിന്റെ പൽചക്രങ്ങൾ നിയന്ത്രിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്ന വലിയ വലിയ അസമത്വങ്ങൾ, ആ അസമത്വങ്ങൾ മാറണം. നെൽച്ചെടി എന്നാൽ എന്താണ് എന്ന് ഒരു പാട്ടക്കുടിയാനായിട്ടുള്ള മനുഷ്യന്റെ, പാട്ടക്കുടിയാനായിട്ടുള്ള ഒരു താഴ്ന്ന ജാതിക്കാരന് അവൻ ഈ പൽചക്രങ്ങൾ ചിരിക്കുവാൻ അവസരമുണ്ടാകുമ്പോ ആ നെൽകർഷകന്റെ മണ്ണിലും ചെളിയിലും ജീവിതം ചെലവഴിക്കുന്ന, തന്റെ വിയർപ്പ് കൊണ്ട് ഭൂമിയുടെ വളക്കൂറ് വർദ്ധിപ്പിക്കുവാൻ നിത്യവും പണിയെടുക്കുന്ന അവന്റെ വികാരങ്ങൾ, അവന്റെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ നയങ്ങൾ, അത് കൃഷി സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും മറ്റു മേഖലകളിലുള്ളതാണെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയും. ഇത് അരശിച്ചെടി എന്ന് പറഞ്ഞാൽ, അരശി കൊടുക്കുന്നത് ചെടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചു വരുന്നവർക്ക് അത് സാധ്യമാവുക അത്ര എളുപ്പമല്ല. പരിശ്രമിക്കണം. ഇതിപ്പോ നമ്മുടെ ഭരണകൂടത്തിലേക്ക്, അധികാരത്തിലേക്ക് അധസ്ഥിത വർഗങ്ങൾക്ക് കൂടി മതിയായ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് മുറവിളി കൂട്ടുമ്പോ അതിന്റെ നീതിയുടെ അംശം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനെയൊക്കെ ഒരു
തൊഴിൽദാന സംരംഭം പോലെ കൈകാര്യം ചെയ്യുകയും സംവരണത്തിന്റെ തത്വശാസ്ത്രത്തെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള നൂതന സംവരണ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയും അതൊക്കെ അമിതാവേശത്തോടു കൂടിയിട്ട് നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ, അതാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. ആ കാലാവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടാക്കാനുള്ള പരിശ്രമം വളരെ എളുപ്പത്തിൽ സാധിച്ചൊന്നും ഇരിക്കില്ല. പക്ഷേ അതിനുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടത്തേണ്ടിയിരിക്കുന്നു. ആ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അതിനുതകുന്ന വിധത്തിലുള്ള നയങ്ങൾ ഉണ്ടാകണം. നമ്മൾ നടത്തിയ പരിശ്രമങ്ങളിലൂടെ ആ വിഭാഗങ്ങൾക്കൊക്കെ ഏറെക്കുറെ മതിയായ പ്രാതിനിധ്യങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണയന്ത്രങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നവരെയും ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കണം. അതിനൊരു പക്ഷേ ഉതകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ നീണ്ട നോട്ടീസിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. ജാതി സെൻസസ് പോലുള്ള ആശയങ്ങൾ. ഒരു കാലത്ത് ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്ലേച്ഛമാണ് എന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും ഇന്നിപ്പോ അതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിലൊക്കെ നടത്തി കാണിച്ച അലംഭാവങ്ങൾ, ഇന്നലകളിലെ അലംഭാവങ്ങൾ, ആ അലംഭാവങ്ങൾ അതുമൂലമുണ്ടായിരിക്കുന്ന വലിയ പിശകുകൾ അത് തിരിച്ചറിഞ്ഞ് ആ ആശയങ്ങളുമൊക്കെയായി മുന്നോട്ട് വരുമ്പോൾ ആ ആശയങ്ങൾക്ക് പിൻബലം കൊടുക്കത്തക്ക വണ്ണത്തിൽ ആശയപ്രചരണം നടത്തുവാൻ ബാധ്യതയുള്ള പ്രസ്ഥാനങ്ങൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ ഉറക്കം നടിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ വൈക്ലഭ്യം, വലിയ വിഷമം, അത് നിങ്ങളുടെ ഈ നോട്ടീസിൽ ഞാൻ വായിച്ചറിയുന്നു. നാം എല്ലാം അതിനോട് യോജിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടുതൽ ആവേശപൂർവ്വം നടത്തേണ്ടിയിരിക്കുന്നു എന്ന നിങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ വളരെ സമയോചിതമായിരിക്കുന്നു എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ കുന്തിയുടെ നീതി അരക്കില്ലത്തിൽ പെട്ടുപോയപ്പോ അഞ്ച് ആദിവാസികളെയും അവരുടെ മാതാവിനെയും അരക്കില്ലത്തിൽ വെന്തുമരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷാമാർഗത്തിലൂടെ രക്ഷപ്പെട്ട ഒരു കഥയുണ്ടല്ലോ മഹാഭാരതത്തില്. മറക്കണ്ട, അതൊരു നല്ല കഥയാണ്, ഓർമ്മിച്ചിരിക്കാം. അന്ന് പിറ്റേ ദിവസം മരക്കുല്ലത്തിന് തീ പിടിക്കും. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഗുഹാമാർഗം തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടണം. അവർ രക്ഷപ്പെട്ടു എന്ന് ദുര്യോധനാദികൾ അറിയാനും പാടില്ല. അതാണ് ലക്ഷ്യം. അപ്പോഴാണ് ഒരു മാതാവും അവരുടെ 5 മക്കളും അവിടെ അതിഥികളായിട്ട് വരുന്നു. ആ അതിഥികളായിട്ട് വരുന്നവർക്ക് സോമരസം കൊടുത്ത് അവരെ പരിചരിക്കൂ പുത്ര എന്ന് കുന്തി ഭീമനോട് പറയുന്നു. ഭീമന് അത്ര പിടിച്ചില്ല. കാരണം പിറ്റേ ദിവസം രാത്രി അവര് രക്ഷപ്പെടും, ഈ അരക്കില്ലം കത്തി നശിക്കും, അപ്പൊ ഈ സാധുക്കള് അവിടെ കിടന്ന് കത്തി അമരും എന്ന് തോന്നിയ ഭീമൻ അല്പം വിമുഖത മുഖത്ത് പ്രദർശിപ്പിച്ചു. കുന്തിദേവി കണ്ണുരുട്ടിയപ്പോൾ ഭീമൻ അവരെ കൊണ്ടുപോയി അവർക്ക് സോമരസമൊക്കെ കൊടുത്ത് അവരെ ഉറങ്ങാൻ വിട്ടു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കുന്തിയോട് പറഞ്ഞു, ഇത് ശരിയല്ല. ക്ഷത്രിയന്റെ ധർമ്മം പ്രജകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ ഇവിടെ കുരുതി കൊടുത്തിട്ട് നമ്മൾ രക്ഷപ്പെടുന്നതല്ല ധർമ്മം എന്ന് ഒരു ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്ന ഭീമനോട് കുന്തിദേവി പറയുന്നതാണ്, നീ പോടാ മണ്ട, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുമ്പോ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ആദ്യത്തെ ധർമ്മം. അത് നിനക്കറിയാൻ മേലാങ്ങിട്ടാണ് നിന്റെ ഈ ധർമ്മ പ്രഭാഷണം എന്ന് പറഞ്ഞ് ഭീമനെ പരിഹസിക്കുന്ന കുന്തിദേവിയുടെ ഒരു ധർമ്മമുണ്ട്. ഇന്നും പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ കുന്തിദേവി ഉത്ബോധിപ്പിക്കുന്ന ധർമ്മത്തിന്റെ പാതയിലൂടെയാണോ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഭരണയന്ത്രങ്ങളും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സംശയം തോന്നിയാൽ അതിന് നമ്മളോടൊരു അസഹിഷ്ണുതയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഈ രാജ്യത്തെ ജനത്തിന് നീതിപൂർവകമായിട്ടുള്ള ധർമ്മം അത് ലഭ്യമാക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാൻ ഭരണകൂടത്തിന് തയ്യാറാകണം.
അതിന് ഭരണകൂടം തയ്യാറാകാതെ വരുമ്പോൾ തീർച്ചയായും അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകണം. ആ പ്രതികരണങ്ങൾ ഉയർത്തത്തക്കവണ്ണം ആശയപ്രചരണങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും ധാരാളമായി ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മാനവീയം, സാഹോദര്യം, ഈ സാഹോദര്യം എന്ന് പറയുമ്പോൾ ആരെയെങ്കിലുമൊക്കെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് കുറച്ചു പേർക്ക് നല്ല ഒരു സാഹോദര്യമാകാം എന്ന മട്ടിലൊക്കെ ചില മനുഷ്യന്മാര് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് കാണുമ്പോൾ എന്താണ് ഗുരുവേ അവരോട് മാപ്പ് കൊടുക്കണേ, അവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് പറയാനല്ലാതെ എന്താണ് നമുക്ക് കരണീയമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഗുരുധർമ്മത്തിന്റെ പാതയിലൂടെ ഈ സമൂഹത്തെ ഒറ്റക്കെട്ടായി കൊണ്ടും കൊടുത്തും സൗഹാർദ്ദങ്ങൾ പങ്കിട്ടും മെച്ചപ്പെട്ട ഒരു സമൂഹമായി വളർത്താൻ ബാധ്യതയുള്ളവർ അതിന്റെ വിപരീത ദിശയിലൂടെയൊക്കെ സമൂഹത്തെ നയിക്കുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുക ഒരു ചെറിയ ബാല്യകാല അനുഭവം, ഒരു കഥ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ബാലനായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ഒരു കുട്ടിക്ക്, ഒരു 10 വയസ്സുകാരന്, അവൻ എന്തോ ഒരു ചീത്തയുടെ അസുഖം, പല മരുന്നൊന്നും കൊടുത്തിട്ടൊന്നും പലയിടത്തുമൊക്കെ അമ്പലത്തിലുമൊക്കെ കൊണ്ടുപോയിട്ടൊന്നും അവൻ്റെ ഇത് മാറുന്നില്ല. അവസാനം ജീവിച്ചിരുന്നെങ്കിൽ ഒരു 130 വയസ്സ് കാണുമായിരുന്ന എൻ്റെ അമ്മൂമ്മ ആരോ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞു, മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഈ പള്ളിയിൽ, ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ ഒരച്ഛൻ വന്നിട്ടുണ്ട്, ആ അച്ഛന് ചില സിദ്ധികളുമൊക്കെ ഉണ്ട്, ആ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് തലയ്ക്ക് പിടിപ്പിച്ചാൽ ഇത് മാറുമെന്ന് നോക്കാം എന്ന്. ഇത് കേട്ട ബാധി തന്നെ ആ മുത്തശ്ശി ഈ ബാലനെയും കൂട്ടി ആ പള്ളിയിൽ പോയി. ഞാനും ഉണ്ടപ്പോൾ മുത്തശ്ശിയുടെ കൂട്ടത്തില്. ആ വികാരിയച്ഛൻ പള്ളി അൾത്താരയ്ക്ക് മുന്നിൽ ഇവനെ മുട്ടുകുത്തി നിർത്തിക്കൊണ്ട് അവൻ്റെ തലയ്ക്ക് പിടിച്ച് എന്തൊക്കെയോ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി ഒന്ന് ആശീർവദിച്ചുമൊക്കെ വിട്ടു. ഏതായാലും പിന്നീട് അവൻ ആ ചീത്തയുടെ അസുഖം ഉണ്ടായില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത്, ഇന്നാണെങ്കിൽ അന്ന് മറ്റൊരു വിശ്വാസത്തിന്റെ സങ്കേതത്തിലേക്ക് ആ പുരോഹിതനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുവാൻ എൻ്റെ മുത്തശ്ശിക്ക് 2 വട്ടം ചിന്തിക്കേണ്ടതായിട്ടേ വന്നില്ല. ഇന്നാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മുത്തശ്ശിക്ക് അത്രയും തുറന്ന മനസ്സോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ആ ദേവാലയത്തിൽ കടന്നു ചെന്ന് ആ അന്യമതത്തിന്റെ പുരോഹിതനെ കണ്ട് ഈ ആശീർവാദം വാങ്ങുവാനായിട്ട് മനസാന്നിധ്യം ഉണ്ടാകുമോ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഒത്തിരി മാറിപ്പോവുകയാണ്. ആ മാറ്റം നല്ല ദിശയിലേക്കാകണം എന്നുള്ള മനഃപൂർവമായ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഈ പല മതസാരവും ഏകമാണ്, ഇതെല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി, കരുതലോട് കൂടിയിട്ട് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനും ആ സമൂഹത്തിന്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കാത്ത പക്ഷം നാമൊക്കെ വളർന്ന അത്രയെങ്കിലുമൊക്കെയുള്ള സൗഹൃദങ്ങൾ പുലരുന്ന നാളുകളിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും വളരുവാൻ ഭാഗ്യമുണ്ടാകണേ എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ തീർച്ചയായും സഹായകമാകും. അതിന് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഒരു വാക്ക്, ഇവിടെ എസ് എൻ ട്രസ്റ്റിന്റെ ആരംഭകാലത്ത് ശങ്കർ സാറ് പിടിയരി ഭരിച്ചും കെട്ടുതെങ്ങിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുമൊക്കെ സ്വരുക്കൂട്ടിയ സംഭാവനകൾ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുവാനായി പാടുപെട്ട് ഓടി നടന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് നിർലോഭമായി സംഭാവനകൾ നൽകിക്കൊണ്ട് അതിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു വളരെ ബഹുമാന്യ കുടുംബത്തിന്റെ പിന്മുറക്കാരൻ ഇന്ന് നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചു വരുത്തുവാൻ ഇതിന്റെ ഭാരവാഹികൾ കാണിച്ച ആ നല്ല ബുദ്ധി, അതിനെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കട്ടെ. ഈ സമൂഹം അതുപോലുള്ള മനുഷ്യരോട് എപ്പോഴും ആദരവും കൃതജ്ഞതയും ഉള്ളവരായിരിക്കും. അതിനെതിരെയൊക്കെ ഓരിയിടുന്ന എത്ര ശബ്ദങ്ങളുണ്ടെങ്കിലും ആ ഓരികളൊന്നും ഈ സമൂഹത്തിന്റെ കൂട്ടായ്മയുടെ ആരവത്തിൽ മുങ്ങിപ്പോവും എന്നുകൂടി ഉറപ്പു പറഞ്ഞുകൊണ്ട്
ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.